السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 6ഓളം ആയത്തുകളാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചത്. 7 ആയത്തുകളാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചത്. അതിൽ 7ാമത്തെ ആയത്തിലെ പകുതി ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് കുറച്ച് വിശദീകരിക്കാൻ ബാക്കി വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചത്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഊതി വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നിശ്ചയമായും അള്ളാഹു നിങ്ങളിൽ നിന്ന് ധന്യനാകുന്നു, അഥവാ ആശ്രയം വേണ്ടാത്തവനാണെന്നർത്ഥം. അതിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ എത്ര കുഫറിൽ ജീവിച്ചാലും അള്ളാഹ്ക്ക് അതൊരു ഉപദ്രവം ഉണ്ടാക്കൂല. എപ്രകാരം? നമ്മൾ അള്ളാഹുവിന് എത്ര തന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാലും അള്ളാഹ്ക്കൊരു പ്രയോജനവും ചെയ്യാത്തതുപോലെ, നമ്മൾ അള്ളാഹ്ക്ക് ത്വാഅത്തിലായി ജീവിച്ചതുകൊണ്ട് അള്ളാഹ്ക്ക് യാതൊരു പ്രയോജനമില്ല, നമുക്കെന്നെ പ്രയോജനം എന്നതുപോലെ തന്നെ നമ്മൾ കുഫറിലായി ജീവിച്ചാൽ, നന്ദി കെട്ടവരായാൽ, കുഫറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിർക്കിലകപ്പെട്ട് ജീവിച്ചാൽ പോലും അള്ളാഹ്ക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടമില്ല. അതായത് നമ്മുടെ കുഫർ അള്ളാഹ്ക്കൊരു ദ്രോഹവും ചെയ്യൂല. ഇവിടെ ആയത്തിൽ മക്കത്തെ മുശ്രിക്കുകളോടാണ്, നിങ്ങളുടെ കുഫർ അള്ളാഹ്ക്കൊരു ദ്രോഹവും ചെയ്യൂല. ലാ യളുറുഹു കുഫ്റുക്കും കമാ ലാ യൻതഫിഉ ത്വാഅതികും. നിങ്ങളുടെ ത്വാഅത്ത് അള്ളാഹ്ക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്തതുപോലെ. വലകിന്ന അംറഹു വനഹിയഹു ലക്കും മഹ്ദു ഫദ്ലിഹി വഇഹ്സാനിഹി അലൈക്കും. നിങ്ങളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന വിരോധങ്ങളെല്ലാം നിങ്ങൾക്കവൻ ചെയ്തു തന്ന അവന്റെ അനുഗ്രഹവും ഔദാര്യവും മാത്രമാണ് എന്നാണ്. അല്ലാഹു അക്ബർ. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വലാ യർദാ ലിഇബാദിഹിൽ കുഫർ. അള്ളാഹു അവന്റെ അടിമകൾക്ക് നന്ദികേട് തൃപ്തിപ്പെടൂല. ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞിരുന്നു. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നന്ദികേട് ഇഷ്ടപ്പെടൂല. ലാ യർദാഹു ലിൽ മുഅ്മിനീൻ ഖാലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നന്ദികേട് തൃപ്തിപ്പെടൂല. അതായത് മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും പാടില്ലാത്ത ഒരു ദുസ്വഭാവമാണ് നന്ദികേട് എന്ന് പറഞ്ഞാൽ. അതൊരു കുഫർ ഒരിക്കലും ഒരു മുസ്ലിമിന് ചേരൂല. മൊത്തത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞു, കുഫർ ഒരടിമക്ക് യോജിച്ചതല്ല എന്നാണ്. കാരണം എന്താ? അവനെ പടച്ചതിലും അതേപോലെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിലൊക്കെ അവർ അള്ളാഹിനോട് നന്ദി കാണിക്കേണ്ടവരാണ്. പിന്നെ എങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിന് ഇബാദത്ത് സമർപ്പിക്കാനാകും? അപ്പോൾ ആദർശപരമായും അതല്ലാതെയും ഒരിക്കലും ഒരാൾക്കും കുഫർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. വ ഇൻ തഷ്കുറു, എന്നിട്ട് റബ്ബ് പറഞ്ഞു, വ ഇൻ തഷ്കുറു യർളഹു ലക്കും. ഇനി നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിലോ അതവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നതാണ്. നന്ദികേട് അല്ലാഹു തൃപ്തിപ്പെടൂല, എന്നാൽ നന്ദി കാണിച്ചാൽ അതവൻ തൃപ്തിപ്പെടും. അതാ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ, ല ഇൻ ശകർതും ല അസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. സൂറത്ത് ഇബ്രാഹിമിന്റെ 7ാമത്തെ ആയത്ത്. അപ്പൊ നന്ദിയിൽ പ്രധാനം എന്താണ്? തൗഹീദാണ്. നന്ദികേടിലെ പ്രധാനം എന്താണ്? ഷിർക്കാണ്.
ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വലാ തസിറു വാസിറത്തു വിസ്റ ഉഖറ, ഭാരം ചുമക്കുന്ന ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കൂല. അതായത് ആരും മറ്റൊരാളുടെ തിന്മകൾ വഹിക്കുകയില്ല, മറിച്ച് അവരവരുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവരാണ്. അത്തരത്തിൽ ചില ആയത്തുകൾ തന്നെ കാണാൻ പറ്റും. അതായത് മറ്റൊരുത്തന്റെ തെറ്റിനാൽ ഒരുത്തനും പിടികൂടപ്പെടൂല. എന്നാൽ നമ്മൾ കാരണത്താൽ ആരൊക്കെ വഴികേടിലാക്കപ്പെട്ടുവോ അത് നമ്മെ ബാധിക്കും, അത് നമ്മളെ ബാധിക്കും. ഇപ്പൊ ഒരു വാപ്പ കാരണത്താൽ മക്കൾ പഴച്ചാൽ മക്കളെ പിഴവിന്റെ ഉത്തരവാദിത്തം വാപ്പാക്കാണ്. അത് അല്ലാഹു തആല ചോദ്യം ചെയ്യും, അത് സ്വാഭാവികമാണ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും ഐ ഫിൽ ആഖിറ, പിന്നീട് നിങ്ങളുടെ റബ്ബിങ്കിലേക്കാണ് നിങ്ങളുടെ മടക്കം. അത് ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. അപ്പോൾ അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി വിവരം തരുന്നതാണ്. അതായത് ദുനിയാവിൽ ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ച് അറിയിക്കുകയും ഖൈറും ഷർറും ഒക്കെ അള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവരികയും പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിവുള്ളവനാകുന്നു. അഥവാ ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല, ഒന്നും തന്നെ അവ്യക്തമായി പോവുകയുമില്ല ചുരുക്കത്തിൽ. എന്നിട്ട് പിന്നെ അല്ലാഹ് പറയണതാണ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത് 8-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا مَسَّ الْإِنسَانُ ضُرٌّ دَعَا رَبَّهُ مُنِيبًا إِلَيْهِ وَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَا رَبَّهُ مُنِيبًا إِلَيْهِ ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار.
أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا يَحْذَرُ الْآخِرَةَ وَيَرْجُو رَحْمَةَ رَبِّهِ أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا يَحْذَرُ الْآخِرَةَ وَيَرْجُو رَحْمَةَ رَبِّهِ قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب ما شاء الله بارك الله فيكم جميعا ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഒരു മനുഷ്യന് വിവിധ പരീക്ഷണങ്ങളുണ്ടാവും. ഉദാഹരണമായിട്ട് രോഗമോ ഭയമോ സമ്പത്തിലുള്ള നഷ്ടമോ അല്ലെങ്കിൽ യാത്രക്കിടയിൽ വിശേഷ്യ കപ്പൽ യാത്രക്കിടയിൽ മുങ്ങി മരിക്കുമെന്ന ഭയമോ പോലുള്ള ദുരിതം ബാധിച്ചാൽ അത്തരം മനുഷ്യരുടെ അഥവാ കുഫ്ർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അങ്ങനത്തെ ആളുകളുടെ നിലപാടെന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുതരാം. ഇത് നമുക്ക് വലിയൊരു പാഠമാണ് ശരിക്കും. ഈ ഏതായത്ത് പറയുമ്പോഴും നമുക്കറിയാലോ ഇതിനൊരു പ്രൈമറി ഓഡിയൻസ് ഉണ്ട്. അവരുടെ ചില ശീലങ്ങളെയാണ് ആദ്യം ഈ ആയത്തിലുള്ളത്. പക്ഷേ അത് കാരണം അന്നത്തേതാണെങ്കിൽ പോലും ഈ സ്വഭാവം ഏതൊക്കെ കാലത്ത് നിലനിൽക്കുന്നുണ്ടോ ആ കാലത്തൊക്കെ ഇത് ബാധകമാണ്. വഇദ മസ്സ അല്ലാഹു പറയാണ്, മസ് സ്പർശിച്ചാൽ ആരെ? അൽ ഇൻസാന ഇൻസാനിനെ. ചെറിയ മക്കൾ എന്ത് ചെയ്യുക? നമ്മൾ ഖുർആനിലേക്ക് തന്നെ നോക്കുക. നിങ്ങൾക്ക് അതിന്റെ വാക്കർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കി പോകാൻ പറ്റും. ഹിഫ്ള് മാത്രം പോരല്ലോ, അതിന്റെ മഅനി കൂടി നമ്മൾ അറിയണ്ടേ ഇൻഷാ അല്ലാഹ്. വഇദ മസ്സൽ ഇൻസാന, ഇൻസാൻ അഥവാ മനുഷ്യനെ സ്പർശിച്ചാൽ. എന്ത് സ്പർശിച്ചാൽ? ളുറ് സ്പർശിച്ചാൽ. എന്താ ളുറ് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. തൽക്കാലം അതിന്റെ മലയാളം പറയാം. വല്ല ദുരിതവും മനുഷ്യനെ സ്പർശിച്ചാൽ അല്ലെങ്കിൽ വല്ല വിഷമവും ബാധിച്ചാൽ ദാ എന്ന് പറഞ്ഞാൽ അവൻ ദുആ ചെയ്യും, പ്രാർത്ഥിക്കും. റബ്ബഹു, അവന്റെ റബ്ബിനോട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, പൊതുവെ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെ പറയുന്നിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുക റബ്ബ് എന്നാണ്. റബ്ബ് എന്ന് ഉപയോഗിക്കാം കോമണായി പറയുമ്പോഴൊക്കെ. അത് സൂറത്ത് അൽ ബഖറയിലെ ആദ്യത്തെ പൊതുസമൂഹത്തോടുള്ള ഉപദേശം പഠിപ്പിക്കുന്നിടത്തോളം യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ അല്ലാഹ് എന്നല്ല പറഞ്ഞത്, റബ്ബക്കും എന്ന് പറഞ്ഞു. കാരണം അത് കോമൺ ആയിട്ട് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം. മക്കത്തെ മുശ്രിക്കുകളും റബ്ബിനെ അംഗീകരിച്ചിരുന്നു. ഇവിടെയും പ്രയോഗം എന്താ? ദാ, അവൻ വിളിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. റബ്ബഹു, അവന്റെ റബ്ബിനോട്. എങ്ങനെ പ്രാർത്ഥിക്കും? മുനീബൻ, ഇനാപത്തുള്ളവനായി അഥവാ മടങ്ങുന്നവനായിട്ട്.
ഇലൈഹി, ആരിലേക്ക്? അവങ്കലേക്ക്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യന് വല്ല വിഷമവും അല്ലെങ്കിൽ ദുരിതവും ബാധിച്ചാൽ അവൻ തന്റെ റബ്ബിങ്കലേക്ക് മടങ്ങിക്കൊണ്ടവനോട് പ്രാർത്ഥിക്കുമെന്നാണ്. ഇത് ഈ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കുറച്ചൊക്കെ തൗഹീദി രംഗത്ത് ജീവിക്കുകയും ഇത്തരം ചില ആയത്തുകളെ കേൾക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ആരെക്കുറിച്ചാണ്. ഇതില് ആദ്യമായിട്ട് വരുന്നത് മക്കത്തെ മുശ്രിക്കുകളെ കുറിച്ചാണ്. അതായത് അവന് വല്ല ദുരിതവും ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും? തന്റെ റബ്ബിങ്കിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ, മഹാനായ ഇമാം ലഹാഖ് റഹ്മഹുല്ല ഈ ആയത്തിനെ വിരിച്ചിട്ട് പറഞ്ഞു, ഐ മുഖ്ലിസൻ ഇലൈഹിന. എങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കും? ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം തനിച്ചാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. കാരണം ഒരു കുടുക്കത്തിലാണ്. കുടുങ്ങുമ്പോൾ അള്ളാഹിനോട് മാത്രം, കുടുങ്ങുമ്പോൾ അള്ളാഹിനോട് മാത്രം. രണ്ടാമത്തത് മഹാനായ ഇമാം സുദ്ദി റഹ്മഹുല്ല പറഞ്ഞു, മുസ്തഗീഥൻ ബിഹിന. അള്ളാഹിനോട് മാത്രമാക്കിക്കൊണ്ട് അവൻ ഇസ്തിഗാസ നടത്തും. അല്ലെങ്കിലോ അവനല്ല, അല്ലാത്തൊരു ഇസ്തിഗാസ നടത്തുന്ന ആളാണ്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ആളാണ്. പക്ഷേ കുടുങ്ങിയപ്പോൾ, ളുറ് ബാധിച്ചപ്പോൾ, ദുരിതം, വിഷമം, അതുപോലെ സാമ്പത്തികമായോ ശാരീരികമായോ രോഗപരമായോ, പ്രത്യേകിച്ച് ഇവിടെ ളുറ് എന്ന് പറഞ്ഞ രോഗത്തിനൊക്കെ പറയും, അല്ലെങ്കിൽ ഫഖർ, ദാരിദ്ര്യത്തിന് പറയും. അങ്ങനെ തന്നെ തഫ്സീറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ളുറ് ബാധിച്ചാൽ, രോഗമോ സാമ്പത്തിക പ്രതിസന്ധികളോ മറ്റു മാനസിക പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ അവനെ ബാധിച്ചാൽ അപ്പൻ എന്ത് ചെയ്യും? മുഖ്ലിസൻ ഇലൈഹി, അല്ലാഹുവിങ്കലേക്ക് ഇഖ്ലാസോടുകൂടി, അല്ലെങ്കിൽ മുസ്തഗീഥൻ ബിഹി, അവനോട് മാത്രമാക്കിക്കൊണ്ട് അവൻ ഇസ്തിഗാസ നടത്തും. പ്രയാസം നീങ്ങാനായി അവൻ റബ്ബിനോട് മാത്രം തേടുന്നാണ്, അള്ളാഹുവിനോട് മാത്രം. ഇത് ഈ ആയത്തിന്റെ താഴെ, ഇപ്പൊ നിങ്ങൾ പഠിക്കണ ഈ ആയത്തിന്റെ താഴെ നിങ്ങൾ ഏത് തഫ്സീർ എടുത്തു നോക്കിയാലും കാണാം 3-4 ആയത്തുകൾ പ്രധാനമായി കൊടുക്കുന്നത്. അതിലൊന്നാമത്തത് സൂറത്ത് ഫുസ്സിലത്ത്, ഹാമീം സജദ, സൂറത്ത് ഫുസ്സിലത്തിന്റെ 51-ാമത്തെ ആയത്ത്. ഈ ആയത്ത് മനസ്സിലാക്കാൻ ആയത്തൊക്കെ മനസ്സിലാണ്. അതുകൊണ്ട് മാത്രമാണ് പദപരിചയത്തിനും ആയത്ത് മനസ്സിലാക്കാനും വേണ്ടി മാത്രം ഞാൻ മറ്റൊരു ആയത്ത് ഉപയോഗിക്കുകയാണ്. അവിടെ എന്തറിയോ? അല്ലാഹു പറയാണ്, وَإِذَا الْإِنسَانُ أَعْرَضَ وَنَأَىٰ بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ عَرِيضٍ. നാം ഒരു മനുഷ്യന് അനുഗ്രഹം ചെയ്താൽ അവനതാ പിന്തിരിഞ്ഞു കളയുകയും അവന്റെ പാട്ടിന് മാറിക്കളയുകയും ചെയ്യും. എന്നാലോ അവന് തിന്മ ബാധിച്ചാലോ അവനതാ നീണ്ട പ്രാർത്ഥനക്കാരനായിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് വരും. അതായത് ജീവിതത്തിൽ സുഖം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ മറക്കും, ദുഃഖം ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് മാത്രം തേടും. ഇത് സത്യത്തിൽ മുശ്രിക്കീങ്ങൾക്ക് മാത്രമുള്ളതല്ല, ചില മുസ്ലിങ്ങൾക്കുള്ള സ്വഭാവമാണ്, അല്ലെ? മുസ്ലിം നാമധാരികൾക്കുള്ള സ്വഭാവമാണ്. കുടുംബം റബ്ബിനോട് മാത്രം. എന്റെയൊക്കെ അനുഭവത്തിൽ കുറെ ആൾക്കാരുണ്ട്, എന്നും പള്ളിയിലായിരിക്കും, 3 മക്കളും കെട്ടിച്ചു, പിന്നെ ആ പരിസരത്തൊക്കെ ഇല്ല. കാരണം മുമ്പേ കാര്യം കഴിഞ്ഞു, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉള്ള വേണ്ട, ആവശ്യത്തിന് മാത്രം. ഈ സ്വഭാവം അന്നും ഇന്നും എന്നുള്ളൊരു സ്വഭാവമാണ്. ഇതേ സംഗതി തന്നെ വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജ്, നമ്മൾ ഇന്ന് ഖുതുബയിലൊക്കെ സൂചിപ്പിച്ച സൂറത്ത് ഹജ്ജ്. സൂറത്ത് ഹജ്ജിന്റെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തിൽ നമുക്ക് ഇതേ ആശയം കാണാം. ഇത് 1-2 സ്ഥലത്ത് നല്ലത്, നിരവധി സ്ഥലത്ത് പറഞ്ഞാണ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രം 1-2 കാര്യങ്ങൾ പറയണം ഈ ആയത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ നോക്കി നിങ്ങൾ അല്ലാഹു പറയാണ്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. പിന്നെ റബ്ബ് പറയാണ്, يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. ഒരു തെല്ലത്തിരുന്നിട്ട്, വക്കത്തിരുന്ന്, ഒരു തെല്ലിന്മേൽ അല്ലെങ്കിൽ ഒരു അറ്റത്ത്, വക്കത്ത്, നമ്മൾ പറയും ഒരു അറ്റത്ത്, ഏതെങ്കിലും ഒരു മൂലക്കല്, അങ്ങനെ വക്കിലിരുന്ന് അള്ളാഹിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം
അവൻ അതിൽ തന്നെ സമാധാനമടയും. ഇനി അവന് വല്ല പരീക്ഷണം നേരിട്ടാലോ അവൻ അവന്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയും. ദുനിയാവും അവന് നഷ്ടം, ആഖിറവും അവന് നഷ്ടം. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്നാണ്. ഇത് റബ്ബ് പറയാണ്, അള്ളാഹുവിന് പുറമെ അവന് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കളെ അവന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് വിദൂരമായ വഴികേട്. ഇതും മനുഷ്യന്റെ ഒരു ഹാലാണ്. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാരെയാണ്. അത് വിശ്വാസികളെ കുറിച്ചല്ല. എന്നങ്ങൾ ആലോചിക്ക്, ഇതേ സ്വഭാവം വിശ്വാസികളെന്ന് പറയുന്നവർക്കുണ്ട്. ആപത്തുകളിൽ അള്ളാഹിനോട് തേടിയും അത് നീങ്ങിയാൽ അവനെ ജീവിച്ചും അത് നീങ്ങിയാൽ അവനെ അവഗണിച്ചും ജീവിക്കുന്നവർ. കുടുങ്ങുമ്പോ അള്ളാഹിനോട്, കൊടുക്കത്തിന് രക്ഷപ്പെട്ടാലോ പിന്നെ ഓൻ ആരോടാണ് ചോദിച്ചിരുന്നത്? അവരോട്. അത് കൃത്യം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരായത്തോടെ പറഞ്ഞുതരാം. 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രാ 67-ാമത്തെ ആയത്ത്. അവിടെ കാണാ, വഇദാ മസ്സകുമുദ്ദുർറു ഫിൽ ബഹരി ളല്ല മൻ തദ്ഊന ഇല്ലാ ഇയ്യാഹ് ഫലമ്മാ നജ്ജാകും ഇലൽ ബർരി അഅറദ്തും വകാനൽ ഇൻസാനു കഫൂറ. കടലിൽ വെച്ച്, ഇപ്പൊ നമ്മൾ ഈ ഓതിയ ആയത്തിന്റെ നേർക്കുനേർ തഫ്സീർ ഇതാണ്. കടലിൽ വെച്ച് നിങ്ങൾക്ക് കഷ്ടത നേരിട്ട ളുറ് ബാധിച്ചാൽ നിങ്ങൾ ആരെയൊക്കെ കരയിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോ അവരൊക്കെ അപ്രത്യക്ഷരാകും. അപ്പൊ ലാത്തി ഉണ്ടാവില്ല, ഹുബുലും ഉണ്ടാവില്ല, മനാത്തി ഉണ്ടാവില്ല, ഇബ്രാഹിം നബി ഉണ്ടാവില്ല, ഇസ്മായിൽ നബി, ആരും ഉണ്ടാവില്ല, എല്ലാവരും ഒഴിവാക്കും. എന്നാൽ നിങ്ങൾ അവൻ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുമ്പോഴോ നിങ്ങൾ തിരിഞ്ഞു കളയുകയായി മനുഷ്യനേറെ നന്ദി കെട്ടവനായിരിക്കുന്നു. ഇത് മക്കത്തെ മുശ്രിക്കുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. സത്യത്തിൽ ചില നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആധുനിക മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ചിലപ്പോൾ ഈ മക്കാ മുശ്രിക്കുകളെയും കടത്തിവെട്ടിയ സംഭവം കാണാൻ പറ്റും. ഇവര് കൊടുങ്ങുമ്പോ അള്ളാഹിനോട് മാത്രം. കാരണം കരയിന്ന് വിട്ട് കടലെത്തി, വലിയ തിരമാലകൾ വന്നു, മൗജുൻ എന്താ പറയാ, പർവ്വത സമാനമായ തിരമാലകൾ, ദാ മുങ്ങാൻ പോകാന്ന് വിചാരിക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? അള്ളാഹിനോട് മാത്രം ഖാലിസാക്കി കൊണ്ട് പ്രാർത്ഥിക്കും. മക്കാ മുശ്രിക്കുകളെ വിശ്വാസം പഠിക്കുമ്പോൾ നമ്മൾ കാണാതാണ്. എന്നാല് ഇതേ കടലിൽ ലക്ഷദ്വീപിൽ നിന്നൊരു വാഹനത്തിൽ കയറി അവര് കര എന്ന് പറയാ കേരളത്തെയാണ്. ഞങ്ങൾ കരയിൽ പോവാന്ന് പറഞ്ഞാല് കേരളത്തിൽ കാണും. കാരണം ഞാനൊക്കെ ചെല്ലുമ്പോൾ പറയാം, നിങ്ങളെപ്പോഴാണ് കരയെന്ന് വന്നതെന്ന് ചോദിക്കാം. ഞാൻ ആദ്യം കൺഫ്യൂഷൻ, ഈ കരയെന്ന് വരുന്നത് കേരളത്തിനുള്ളിൽ കര എന്നാ പറയാ, കാരണം ഓല അതിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പൊ കരയ്ക്ക് വരികയാണ്. കരയിലേക്ക് വരുമ്പോ കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞു. ഇന്ന് മലപ്പുറത്ത് ഇങ്ങനെ പോയി നമ്മൾ കോഴിക്കോട്ടോട് പോകുമ്പോ വലിയൊരു സ്ഥാപനമുണ്ട്, വലിയ സ്ഥാപനം. ആ സ്ഥാപനമൊക്കെ നടത്തുന്ന അദ്ദേഹത്തിന്റെ പേരിലൊരു തങ്ങളുണ്ട്. നമുക്ക് ആളെ മനസ്സിലായിണ്ടാവും, കുറച്ച് തടിയൊക്കെയുള്ള ഒരാളാ. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണ, ഞാനിട്ട് കുടുങ്ങി, ആകെ ഉറപ്പായി പിടുത്തം വിട്ടുന്ന് മനസ്സിലായി, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ബദരീകളോട് പ്രാർത്ഥിച്ചു. ശൈലിന് എങ്ങനെയുണ്ട്? മക്കത്തെ മുശ്രിക്ക് അത്തരം സന്ദർഭങ്ങളിൽ മനസ്സളകി ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആധുനിക ലോകത്തെ മുസ്ലിങ്ങളിൽ പണ്ഡിത നേതൃത്വത്തിലുണ്ട് എന്ന് പറയുന്നവർ അത്തരം സന്ദർഭങ്ങളിൽ മനസ്സടറി, കണ്ടമിടറി, കണ്ണ് നനഞ്ഞ് ആലോചിച്ചു തമ്മിൽ ആരാ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേൾക്കുമ്പോ. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മൾ സത്യത്തിൽ ആലോചിക്കണം കേട്ടോ, ഈ ഇരിക്കണതിലൊക്കെ എത്ര വലിയ നിഅമത്തുണ്ടെന്ന്. സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ ഇപ്പൊ പറയാൻ പോണ കാര്യം നിങ്ങളൊരു ബ്രാക്കറ്റിലിട്ട് വെച്ചാൽ മതി, പിന്നെ ഉപകാരം ഉണ്ടാവും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിന്റെ വില നമുക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. സത്യമായിട്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കണമെങ്കിലേ നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ പറയുമ്പോ കണ്ണുനീരോടുള്ളത് പറയില്ല. ഇമാം ഇബ്നു ബാസ് റഹ്മഹുള്ള പറഞ്ഞൊരു വാക്കുണ്ട്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, നീ ഹിദായത്തിലേക്ക് ആവശ്യപ്പെട്ടവനാണ്, ഹിദായത്തിലേക്ക് നീ ആവശ്യക്കാരനാണ്. നീ എത്ര വലിയ ആലിമായാലും എത്ര വലിയ മുത്തഖിയായാലും നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെയും നിനക്ക് ആവശ്യമുള്ളതാണ് ഹിദായത്ത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ലോകത്ത് എത്ര വലിയ ആൾക്കും എന്താവശ്യമുണ്ട്? ഹിദായത്ത് ആവശ്യമുണ്ട്. എത്ര വലിയ മുത്തഖിക്കും ആവശ്യമുള്ളതാണ് എന്ത്? ഹിദായത്ത്. പൊരല്ല, നമുക്കൊക്കെ പിരിവിട്ടിട്ട് പരണ്ടാക്കി കൊടുക്കാം. രോഗിയാണ്, പിരിച്ചിട്ട് രോഗത്തിന് ശിഫക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലേ? നിങ്ങൾ ആലോചിക്കുക, നമ്മളെല്ലാരും കൂടി പിരിച്ചിട്ട് ഹിദായത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുത്ത കിട്ടുമോ? ഏറ്റവും വലിയ നേതാവിന് പോലും പറ്റിയില്ല. അള്ളാഹ് സമാശ്വസിപ്പിച്ചു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ.
അല്ലെ? അള്ള സമാധാനിപ്പിച്ചു. അതുകൊണ്ടല്ലേ നബി ഇങ്ങനെ വയറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഹന്തക്കില് കിടങ്ങൊഴിക്കാണ്. 2 കല്ല, പൊട്ടാത്ത കല്ലിങ്ങനെ ആഞ്ഞു വിട്ടാണ്. അപ്പോഴാണ് നബി പറഞ്ഞത് എന്ത്? ഫലസ്തു എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? നബി ഇങ്ങനെ പാട്ട് പാടുന്ന അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു രചിച്ച ഒരു പദ്യം ഇങ്ങനെ: അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന. ഹിദായത്തില്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ലവ് എന്നാണ് നമ്മളോട് പറയാൻ, ലവ് എന്ന് ഉപയോഗിക്കരുത് എന്നാണ്. അതിനൊക്കെ കുറെ തലങ്ങളുണ്ട്. നീ ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, സദഖ കൊടുക്കുമായിരുന്നു, അഥവാ സക്കാത്ത് കൊടുക്കൂല. ഹിദായത്ത് കിട്ടിയോണ്ട് അതൊക്കെ കിട്ടിയത്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുമ്പോ, ഈ വിശ്വാസക്കാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ നമ്മൾ റബ്ബിനോട് കാവല് ചോദിക്കേണ്ട, അല്ലാഹ് ഒരു സെക്കൻഡ് പോലും മരിക്കണിന് മുമ്പ് പിഴവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യ്. ഹിദായത്തിൽ ഉറപ്പിക്കണേ, സിയാദത്ത് നൽകണേ എന്ന് നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ അറിയോ? ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ഇത് പറഞ്ഞു. പിന്നെ അല്ലാഹ് പറയുന്നത് നിങ്ങള് പിന്നീട് ഇദാ ഖവ്വലഹു, അവന് ഈ തേടിയ ആൾക്ക് നൽകിയാൽ, എന്ത് നൽകിയാൽ? നിഅമത്തൻ, വല്ല അനുഗ്രഹവും, മിൻഹു, അല്ലാഹുവിങ്കിൽ നിന്നുള്ള വല്ല നിഅമത്തും നൽകി. ഏതാ നിഅമത്ത്? ഒന്നും ചോദിച്ചതാകാം, ളുറ് നീക്കിയിട്ടുണ്ടാകാം. അപ്പൊ എന്താണ് മനുഷ്യന്റെ സ്വഭാവം? എന്താ? നസിയ എന്ന് പറഞ്ഞ എന്താ? അവൻ മറക്കുകയായി എന്നാണ്. സത്യത്തിൽ ഇവിടെ നസിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്റെ മാനന്തരോ തറക്കാന്നാണ്. അവനെ ഉപേക്ഷിച്ചു. ഏതിനെ? മാ യാതൊന്നിനെ കാന യദ്ഉ, അവൻ പ്രാർത്ഥിച്ചിരുന്ന ആരിലേക്ക്? ഇലൈഹി, അല്ലാഹുവിലേക്ക്. മിൻ ഖബ്ലു, മുമ്പ് അവൻ അല്ലാഹുവിലേക്ക് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവോ അതവൻ മറന്നു കളയുകയായി, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദുരിതം വരുമ്പോൾ റബ്ബിനോട് തേടിയും ദുരിതം നീങ്ങിയാൽ അള്ളാഹുവിനെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നതിനായി ചില പങ്കാളികൾ അവൻ നിശ്ചയിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ കുടുങ്ങുമ്പോ അള്ളാഹിനോട്, കുടുക്കം മാറിയാൽ അള്ളാഹ് അല്ലാത്തവരോട്. നമ്മുടെ നാട്ടിൽ കുടുങ്ങുമ്പോഴും കുടുങ്ങാത്തപ്പോഴും ചിലപ്പോ എന്താ കളരും മിണ്ടാത്തത്? അള്ളാഹ് അല്ലാത്തവരോട്. അതിന്റെ ഗൗരവം എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല, അള്ളാഹു അലം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും, അതിന്റെ ഗൗരവം മനസ്സിലാത്തോണ്ടാണ്. നമ്മളൊക്കെ രക്ഷപ്പെട്ടത് എത്ര വലിയ കുണ്ടിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹിനോട് എത്ര കൃതജ്ഞത രേഖപ്പെടുത്തിയാലും മതിയാവില്ലെന്ന് മനസ്സിലാവാൻ. എത്ര വലിയ കുണ്ടെന്ന്, നരകക്കുണ്ടെന്ന് അള്ളാഹ് നമ്മളെ കഴിച്ചിലാക്കിയത്. ഏതിലേക്ക്? ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊരൊറ്റ ആയത്ത് മാത്രമേ പറഞ്ഞുതരാം. എന്തായത്തറിയോ? സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്ത്. ഇപ്പൊ പറഞ്ഞ സാധനം ഇത് സുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തൻ മിൻഹു എന്ന് പറഞ്ഞല്ലേ, അത് മനസ്സിലാക്കാൻ. എന്താ? വഇദാ മസ്സൽ ഇൻസാന الضُّرُّ ദഅാനാ. അതിന്റെ രീതി പറയാണ്, ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. മനുഷ്യന് കഷ്ടത ബാധിച്ച ഒരു പ്രയാസം ഉണ്ടായാൽ, നമ്മൾ ഈ ആയത്തൊക്കെ പറയുമ്പോൾ ഈ ആയത്തിലൊക്കെ അവിടെ മനുഷ്യൻ എന്നുള്ളത് യാനി അൽ കാഫിറാണ്. അന്നത്തെ ആളുകളെ കുറിച്ചായി പറയുന്നത് പ്രധാനമായിട്ടും. എന്നാൽ ഈ സ്വഭാവമുള്ളവർക്കൊക്കെ അത് ബാധകമാണ്. ഇവിടെ മനുഷ്യന് വല്ല കഷ്ടത ഉണ്ടായാൽ, മുറ് ബാധിച്ചാൽ, നിന്നിട്ടോ കിടന്നിട്ടോ ഇരുന്നിട്ടോ നിന്നിട്ടോ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ 3 ഹാലും നമ്മൾ സാധാരണ സൂറത്ത് ആലി ഇമ്രാൻ അവസാനത്തെ 10 ആയത്ത് അല്ലെ, അതിനകത്ത് കാണില്ല അല്ലെ? എങ്ങനെ? നിന്നും ഇരുന്നും കിടന്നും അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവസാനം പറയും സുബ്ഹാനക റബ്ബത്തുലൻ സുബ്ഹാനക ഫഖിന അദാബനാർ. ആ 10 ആയത്തുകൾ വരുന്നതിനടുത്ത് ഇങ്ങനത്തെ ഒരു ആശയം, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹിനെ സ്മരിക്കുന്നവർ. ഇവിടെ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അവർ റബ്ബിനോട് പ്രാർത്ഥിക്കും കുടുങ്ങുമ്പോ. അതായത് അത് ആ കുടുസ് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അവനിൽ നിന്ന് നാം കഷ്ടത ലുറ് നീക്കിക്കൊടുത്താൽ, അത് രോഗമാകാം, ദാരിദ്ര്യാകാം, ഇത്തരത്തിൽ യാത്രകളാകാം, ഏത് മുസീബത്തായാലും അത് നീക്കിക്കൊടുത്താലോ അവനെ ബാധിച്ച കഷ്ടതയുടെ ലുറിന്റെ കാര്യത്തിൽ നമ്മോടവൻ പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന ഭാവത്തിൽ അവൻ നടന്നു പോകുന്നു. പിന്നെ അവൻ അങ്ങനത്തെ ഒരു ബോധമല്ല, ഞാൻ റബ്ബിനോട് ചോദിച്ചതായിരുന്നു, അള്ള എനിക്ക് തിരിച്ചെന്നതായിരുന്നു ആരോഗ്യം, അള്ള എനിക്ക് തിരിച്ചെന്നതായിരുന്നു ഈ സാമ്പത്തികം, അള്ള എനിക്ക് തിരിച്ചെന്നതായിരുന്നു ഈ ജീവിതം. അങ്ങനത്തെ ഒരു ബോധേ ഓനില്ല. ഓൻ്റെ ഇഷ്ടത്തിന് പോടുന്നു. ഓൻ്റെ ഇഷ്ടത്തിന് പോണെന്ന് പറഞ്ഞാൽ അവിടെ അവൻ നേരത്തെ ആരോടൊക്കെയാണോ തേടിയിരുന്നത് അതേ ആൾക്കാരോട് തന്നെ പിന്നെയും തേടുന്നു. അള്ളാഹ്ക്ക് പുറമെ കുടുങ്ങുമ്പോ അള്ളാഹിനോട് മാത്രം, അല്ലെങ്കിൽ എല്ലാരോടും. ഈ പച്ച ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളതൊന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ രീതി എന്താണെന്നാണ് അടുത്ത വരി പറഞ്ഞത്. എന്താണ്? മുമ്പവൻ പ്രാർത്ഥിച്ചിരുന്ന മറന്നു കളഞ്ഞു എന്നല്ലോ. എന്നിട്ട് അള്ളാഹു പറയാണ് വജഅല, അവൻ ഉണ്ടാക്കുകയുമായി, ലില്ലാ, അള്ളാഹുവിന്, അൻദാദൻ, സമന്മാര്, നിദ് അൻദാദ്, സമന്മാര്, ലിയുളില്ല ഈലിഹി, അവന്റെ മാർഗത്തിൽ നിന്ന്, അതായത് അവന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനായി അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയുമായി. ഏതാ അള്ളാന്റെ മാർഗം? ഏതല്ലാന്റെ മാർഗം? ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. നബി പറഞ്ഞല്ലോ, അതാണ്. എത്രത്തോളം വേറെ ആയത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചിട്ട് അപ്പുറപ്പുറൊക്കെ ഓരോ വരയിട്ട് എന്നിട്ട് സ്വഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. നബി വലിയ പ്രായമുള്ള സഹാബികൾ, ഞാനൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു വരട്ട് പഠിപ്പിച്ചങ്ങളല്ല, ഇയാൾ എന്ത് ഭ്രാന്തപ്പി പറയണം. കാരണം നിങ്ങൾ സ്വഹാബിയല്ല, ഞാൻ നബിയല്ല, അതുകൊണ്ടാണ്. പണ്ട് മിമ്പർമെന്ന് കേക്കാണ് തോന്നുന്നത്, കേക്കെ മിമ്പർമെന്ന് സാധാരണഗതിയിൽ അങ്ങനെ സൗദി അറേബ്യ, ഞാൻ ആദ്യം കണ്ടത് ഇവിടുന്നാണ്, ദമാമെന്നാ, വലിയ തലോട്ട് വിളിക്കുന്നത്. താഴത്തുനിന്നൊരാൾ ചോദിക്കണം, അപ്പൊ മിമ്പർമെന്ന് മൂപ്പരെന്തോന്ന് പറയും ചെയ്തു. ഞാൻ മിമ്പർമ്മ കയറിയപ്പോ ഒരുത്തരതുപോലെ ചോദിച്ചു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം എനിക്കത് അറിയില്ലായിരുന്നു എന്താണെന്ന്. അപ്പോ ഇതുപോലെ കേക്കുള്ള സമയത്ത് റഹിമഹുല്ല ആരോ ഒരാൾ താഴത്തുനിന്ന് ചോദ്യം ചോദിച്ചു. മിമ്പർമ്മ കുത്തു പറയാണ് വെള്ളിയാഴ്ച. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഓ ഞാനൊരു റസൂലും ഇജ്ജൊരു സഹാബി, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ എനിക്ക് മകളോട് അങ്ങനെ പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമാണെന്ന് അറിയോ, ഹാദിഹി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര ഇങ്ങനെ വരച്ചു. ഞാൻ ഇപ്പൊ അതുപോലെ വരച്ച് പഠിപ്പിച്ച ഞങ്ങൾക്ക് ചിലപ്പോ അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല. ആ വരച്ചിട്ട് അപ്പുറപ്പുറൊക്കെ ഓരോ വരട്ടിട്ട് നബി പറഞ്ഞു. ആർക്കാ പഠിപ്പിച്ചിരിക്കുന്നത്? സഹാബികൾക്കാണ്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കണ പോലെ. സുബ്ഹാനക, അത് സന്ദർഭവും സാഹചര്യമൊക്കെ അനുസരിച്ച് നബി ഇങ്ങനെ പഠിപ്പിക്കും. നബി പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് ചൊവ്വായ വഴി. അതിന്റെ അപ്പുറപ്പുറക്കുള്ള വഴികളില്ലേ, അതൊക്കെ പിശാചുക്കൾ പതിയിരിക്കുന്ന വഴികളാണ്, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി. സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് നബി ഓതി എന്നറിയോ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി. ഈ ആയത്താണ് നബി അവിടെ ഓതിയത്. അതേ ആയത്തിന്റെ ഇവിടെ. അപ്പൊ സബീലി എന്ന് പറഞ്ഞാ, സബീലി എന്ന് പറഞ്ഞാൽ ഐ ദീനിഹി എന്നാണ്. ഇവിടെ സബീൽ ഏതാ? ദീനാണ്. അപ്പോ അവന്റെ മാർഗം പറഞ്ഞ അള്ളാന്റെ ദീനിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയുമായി. ഐ ദീനുൽ ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന്, ദീനിൽ നിന്ന് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന്, അഥവാ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്. പ്രയാസം നീങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഫിയത്താണ്. അത് ഓന്റെ ദുർറ് രോഗം മാറി, ഓൻ ആഫിയത്ത് കിട്ടി. ആഫിയത്ത് കിട്ടിയപ്പോ എന്ത് ചെയ്തു? അവൻ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നു എന്നാണ്. നടന്നാലോചിച്ചൊക്കെ ഇത് നമ്മൾ പലപ്പോഴും പല സംഭവങ്ങളിലും കാണുന്നൊരു കാര്യം കൂടിയാണ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, പറയുക നബി, തമത്തഅ, നീ സുഖമെടുക്കൂ, ബി കുഫ്രിക, നിന്റെ കുഫർ കൊണ്ട്, ഖലീലൻ, കുറച്ച്, ഇന്നക, നിശ്ചയമായി നീ എവിടെ ഉള്ളവനാണ്? മിൻ അസ്ഹാബിന്നാർ, നരകത്തിന്റെ ആൾക്കാരിൽപ്പെട്ടവരാണ്. നബിയെ, താങ്കൾ പറയാ, നീ നിന്റെ നിഷേധം കൊണ്ട് അല്പം സുഖമെടുത്തോളൂ, നിശ്ചയമായും നീ എവിടെ ഉള്ളതാണ്? നരകത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണെന്നാണ്. അതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിന്റെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുദില്ലു അൻ സബീലി. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയാൻ വേണ്ടി അവർ അള്ളാഹുവിന് ചില സമന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ടോ ഖുൽ,
ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പ്രയോഗം മനസ്സിലാക്കാനാണ്. ഇവിടെ പറഞ്ഞെന്താ, ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീലൻ ഇന്നക മിൻ അസ്ഹാബിന്നാർ. അതിന് തഫ്സീറായി നമ്മൾ പറയുന്ന സൂറത്ത് ഇബ്രാഹിമിലെ ആയത്തിൽ എന്താണുള്ളത്, ഖുൽ തമത്തഉ ഫഇന്ന മസീറകും ഇലന്നാർ. ഒരേ ആശയാണ്, രണ്ട് ശൈലിയിൽ ഉപയോഗിക്കാം. രണ്ട് ശൈലിയിൽ എന്താ, നിങ്ങൾ സുഖിച്ചുകൊള്ളൂ. ഏതില്? നിങ്ങളിപ്പൊ ജീവിക്കണ കുഫറിൽ നിങ്ങൾ ജീവിച്ചോളി, അതിൽ നിങ്ങൾ ജീവിച്ചോളി. എത്ര ജീവിക്കാൻ പറ്റുക ജീവിച്ചോ, അത്ര ആസ്വദിച്ചോളി. കേട്ടോ, നിങ്ങളെ മടക്ക കൊടുക്ക നരകത്തിലേക്ക് തന്നെയാണ്. അപ്പൊ കുഫറിൽ ജീവിക്കുന്നവന്റെ സൗഖ്യം ഓനെ കൊണ്ടുവന്നത് കൊടുക്ക, അത് എങ്ങനെയാലും നരകത്തേക്കാണ്. ഈ രണ്ട് പദം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഇത് മനസ്സിലാക്കാൻ ഒരായത്ത് കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാന്റെ 24-ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞു, നുമത്തിഉഹും ഖലീലൻ സുമും ഇലാ അദാബിൻ ഖലീർ. നാം അവർക്ക് അല്പം സുഖം അനുഭവിപ്പിക്കുന്നു. ദുനിയാവിൽ അങ്ങനെയാണ്. എത്ര ശിർക്കിലും കുഫറിലും മാസിയത്തിനും ജീവിച്ചാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെയോ കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ്. ഇതൊക്കെ സമാന ശൈലികളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയില്ല, ദുനിയാവ് എന്ന് പറഞ്ഞാൽ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിന് ജയിലാണ്. വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിക്കോ സ്വർഗ്ഗാണ്. കാരണം എന്താ, ദുനിയാവ് മുഅ്മിന് ജയിലാന്ന് പറഞ്ഞാൽ എന്താ, പരിധികളും പരിമിതികളുമുണ്ട്. ചില അതിർവരമ്പുകളുണ്ട്. എല്ലാം പറ്റൂല. ഭക്ഷണം തന്നെ എല്ലാം കഴിക്കാൻ പറ്റൂല. ഹലാലാണ്. ഹലാലും തൊയ്യുമല്ലാത്തതിലേക്കൊന്നും പോകാൻ പറ്റൂല. എല്ലായിടത്തും അങ്ങനെ തന്നെ. വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, താമസത്തിൽ, കാഴ്ചയിൽ, നോട്ടത്തിൽ, ഇരുത്തത്തിൽ, സംസാരത്തിൽ, ഇടപാടിൽ, ഇടപെടലുകളിൽ എല്ലായിടത്തും ഹലാലും ഹറാമുണ്ട്. ഒക്കെ ലിമിറ്റ് ഉണ്ട് അല്ലേ? മറ്റൊരുക്കൊന്നും പ്രശ്നമല്ല. എങ്ങനെയും കുഴപ്പമില്ല. സിനിമ കണ്ടാലും പ്രശ്നമല്ല, കണ്ടിലും പ്രശ്നമല്ല. ബീഡി വലിച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പാല് പറ്റും, കള്ളു പറ്റൂല. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. സ്ത്രീധനം പറ്റൂല, മഹറേ പറ്റുള്ളൂ അല്ലെ? കള്ളു പറ്റൂല, പാലേ പറ്റുള്ളൂ. കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. നോക്കി നിങ്ങൾ, എല്ലാറ്റിനും ഒരു രീതിശാസ്ത്രം ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. വല്ലാഹു തആല അഅലം. ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇത്രയും പറഞ്ഞിട്ട് അപ്പൊ ആരാണ് ഉത്തമൻ? അള്ളാഹുവിൽ ശിർക്ക് വെച്ച് വഴിപഴച്ചു പോയവനാണോ, അതല്ല ഇനി പറയാൻ പോണ ആളാണോ? അള്ളാഹു എന്ത് രസമായിട്ടെന്നറിയ ഈ ശൈലി, ഖുർആന്റെ ശൈലി വല്ലാത്തൊരു ശൈലിയാണ്. നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യം മുതലൊക്കെ അതിന്റെ ആശയത്തിൽ തന്നെ ഒന്നും ഇങ്ങനെ അമാനിയുടെ തഫ്സീറോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ മറബിയോ ഏതെങ്കിലും അറിയിച്ചാൽ അത് വെച്ചൊന്നും ഇങ്ങനെ വായിച്ചു പോരും. അതിന്റെ ആ ശൈലി മനസ്സിലാക്കാനാണ്. ഇനി അള്ളാഹ് പറയാണ്, ആരാണ് ഉത്തമൻ എന്നാണ്. ആരാ ഉത്തമൻ? ഈ പറഞ്ഞ നിഅമത്തുകൾ ലഭിച്ചപ്പോഴും അള്ളാഹുവിനെ മറന്നിട്ട് ശിർക്ക് വെച്ചവനാണോ? അതല്ല, നിഅമത്തുകൾ ലഭിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന, അള്ളാഹ്ക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവനാണോ? ആണോ? അതാണ് ഇനി പറയാൻ പോണത്. അള്ളാഹ് പറഞ്ഞെന്നറിയോ, അമ്മൻ ഹുവ ഖാനിതുൻ. ഒരു ഉദാഹരണമാണ്. ആനാ അല്ലൈലി സാജിദൻ വഖായിമ. അമ്മൻ, അതോ യാതൊരുവനോ? ഈ യാതൊരുവനോ എന്ന് പറഞ്ഞാൽ നേരത്തുള്ള ആളാണോ? അപ്പൊ തൊട്ടു മുമ്പിൽ ആയത്തിൽ പറഞ്ഞ കുഫറും ശിർക്കും ചെയ്യണവനാണോ? അതല്ല, ഇനി പറയാൻ പോണവനാണോ ഉത്തമനാണ്? ഹുവ, അവൻ. ആര്? ഇനി പറയാൻ പോണവനെ കുറിച്ച് പറയാണ്. ഖാനിത്തുൻ, ഖാനിത്താണ് അവൻ. എന്താ ഈ ഖാനിത്ത് എന്നുള്ളത് ഇൻഷാ ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിൽ നമ്മൾ വിനയപ്പെടുന്നവെന്നൊക്കെ പറയാം. എപ്പോഴാണ് അവൻ വിനീതനാവുക, വിനയപ്പെടുക? ഖാനാ അല്ലൈലി, രാത്രി സമയങ്ങളിലാണ്. അവൻ അള്ളാഹിന്റെ മുന്നിൽ വിനയപ്പെടുമ്പോ രാത്രി സമയങ്ങളിൽ. സാജിദൻ, എങ്ങനെയാണ് അതിന്റെ രീതി? സുജൂദ് ചെയ്യുന്നവനായ നിലയിൽ. പിന്നെയോ വഖായിമൻ, ഖായിമായ നിലയിൽ, നിൽക്കുന്നവനായ നിലയിലും. അതായത് രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തും നിന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് വിനയപ്പെട്ട് അനുസരണത്തോടെ കഴിയുന്നവനാണോ ഉത്തമൻ? അതല്ല, കുടുങ്ങുമ്പോ അള്ളാനെ വിളിക്കുകയും പ്രയാസമൊക്കെ നീങ്ങുമ്പോ അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുശ്രിക്കാണോ ഉത്തമൻ? ആരാ ഉത്തമൻ? മക്കളെ, ആരാ ഉത്തമൻ? നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അൽഹംദുലില്ലാ, ഉണ്ടെന്ന് മനസ്സിലായി. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ.
അല്ലെ? നമുക്ക് മനസ്സിലായി ആരോ ഉത്തമൻ മനസ്സിലായില്ലേ? അല്ലെ? ഉത്തമൻ ആരോ മനസ്സിലായി. അപ്പൊ സുജൂദിലും ഖിയാമിലുമായി കഴിയുക. ഈ ആയത്ത് ആരെ കുറിച്ചാന്ന് പോലും തഫ്സീറുണ്ട്. ഇപ്പൊ ഈ ആയത്ത് ആരെ കുറിച്ചാണെന്ന് അറിയോ? ഈ ആയത്തുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സുമ്മ ഉസ്മാൻ റളിയല്ലാഹു അൻഹും കുല്ലിഹിം അജ്മഈൻ. ഈ മൂന്ന് സഹാബികൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ സഹാബികളെ കുറിച്ചാണ്. ഈ സിഫത്ത് സഹാബികളുടെ സിഫത്താണ്. ഇതവരാണ്. ഇവിടെ ഖാനിത്തുൻ എന്ന് പറഞ്ഞല്ലോ. ഖാനിത്ത് നമുക്ക് അപ്പൊ അതൊന്ന് പഠിക്കണമല്ല. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഇപ്പൊ എങ്ങനെ നോക്കിയാലും നമുക്കൊരു അർത്ഥം കിട്ടും. അതിൽ ഏറ്റവും കൊള്ളാവുന്നൊരർത്ഥമാണ് ഞാൻ പറഞ്ഞ വിനയപ്പെടുന്നത്. ആ മനുവിലേക്ക് കൊടുക്കുന്ന ആശയം കുറച്ചും കൂടെ ഒക്കെ ഒരു ബെറ്റർ ആയി തോന്നിയത് നമ്മൾ സാധാരണ വായിക്കണ ആശയവർത്തനത്തെക്കാളും. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊടുത്തതെന്ന് വെച്ചാൽ അൽ ഖാനിത്തു എന്ന് പറഞ്ഞാൽ അൽ മുതീഉ ലില്ലാഹി വലി റസൂലിഹി എന്നാണ്. അൽ മുതീഉ വഴിപ്പെടുന്നവനാണ്. ആർക്ക്? ലില്ലാ അല്ലാഹുവിന്, വലി റസൂലിഹി അല്ലെ, അല്ലെങ്കിൽ മുതീഉ ലില്ലാ എന്ന് മാത്രമുണ്ട്. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവൻ, അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നവൻ, അതായത് അള്ളാഹ് പറഞ്ഞതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവനാണ് ആര്? ഖാനിത്ത്. ഇനി ആനാ അല്ലയിൽ നിന്നാണ്. എപ്പോഴത്? രാത്രി സമയങ്ങളിലാണ്. അപ്പൊ ഇതൊരു കൃത്യമല്ല. രാത്രി സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ഇവിടെ പ്രത്യേകിച്ച് നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് രാത്രി സമയങ്ങളിൽ നിന്നാണ്. ഐ ജൗഫുൽ ലൈൽ എന്നാണ്. ഖാല സുഫിയാനു തൗരിയു അൻ മൻസൂരിൻ റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിയ. മഹാനായ സുഫിയാനു തൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ജൗഫുൽ ലൈൽ എന്നാണ്. ഹദീസിൽ കാണാം അഫ്ളലുസ് സ്വലാത്തി ബഅദൽ മഫ്റൂദ ഫീ ജൗഫിൽ ലൈൽ. ഹദീസാണ്. നിസ്കാരങ്ങളിൽ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിക്കുള്ളിൽ ഇശാ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നിസ്കരിക്കും? വിത്ർ നിസ്കരിക്കും അല്ലെ? അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി ഒരു മധ്യ സമയത്തെത്തുമ്പോൾ നമ്മൾ വീണ്ടും രാത്രി നിസ്കരിക്കും. അതല്ലെങ്കിൽ ഒന്നും കൂടി ഉറങ്ങി എഴുന്നേറ്റിട്ട് അവസാന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തഹജ്ജുദ് നിസ്കരിക്കും. ഇതൊക്കെ അതിൽപ്പെട്ട ജൗഫുൽ ലൈലിൽ പെട്ടതാണ്. അതൊന്നും കൂടി വ്യക്തമായിട്ട് മഹാനായ ഹസനുൽ ബസ്രിയു അതുപോലെ ഖത്താദ റഹിമഹുമുല്ലാഹ് അവര് പറയാണ് അവ്വലുഹു, രാത്രിയുടെ അവ്വലുഹു വ ഔസതുഹു വ ആഖിറുഹു. രാത്രിയുടെ ആദ്യം, രാത്രിയുടെ മധ്യം, രാത്രിയുടെ അവസാനം. ഇത് രാത്രിയുടെ അവസാനമായ കിട്ടുന്ന മെച്ചം എന്താണെന്നറിയോ? മലായികത്തുകൾ കൂടെ നിസ്കരിക്കുന്നു എന്നതാണ്. വിത്തറിനില്ലാത്തൊരു പ്രത്യേകത തഹജ്ജുദിനതാണ്. ഏത്? വിത്തറിനില്ലാത്ത പറഞ്ഞാൽ വിത്തർ അപ്പോഴും ഉണ്ട്, തഹജ്ജുദിന്റെ സമയത്തും വിത്തറുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശം എന്താ വെച്ചാല് ഇശാ കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കൂല എന്ന് പേടിക്കുന്നവരെന്ത് ചെയ്യും? ഇശാന്റെ റവാത്തിബ് സുന്നത്തിന്റെ കൂടെ 3 റക്അത്തോ അല്ലെങ്കിൽ 5 റക്അത്തോ ഒക്കെ വിത്തർ നിസ്കരിക്കും അല്ലെ? അങ്ങനെ കിടക്കണവരുണ്ട്. ആ നിസ്കാരത്തെക്കാളും അഫ്ളൽ ഏതാണ്? രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കലാണ്. അത് 2 റക്അത്ത് കിട്ടിയാലും അൽഹംദുലില്ലാ. അതിനെന്തുണ്ട് പ്രത്യേകത? മലായികത്തുകൾ കൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മലായികത്തുകൾ പങ്കെടുക്കുന്ന സമയമാണ് ഏറ്റവും അഫ്ളലായ സമയം. അത് ആ നിലക്ക് വരുന്ന ആയത്തുകൾ നമുക്ക് പലപ്പോഴും അറിയാം. അവിടെ റമളാനിലൊരു ഖുതുബ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അറിയണ കുറെ ആയത്തുകളെ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ചും കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ ഉറങ്ങുന്നത് നന്നേ കുറവായിരുന്നു. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുഹൂറിന്റെ സമയത്ത് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരാണ്. അവിടെ രാത്രി ഉറങ്ങുന്നത് കുറവാണെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സുജൂദിലും ഖിയാമിലുമാണ്. അതാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ഒരു 6-7 ആയത്തുകൾ ആ വിഷയത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ അവര് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ ഒന്നുമില്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ, അല്ലെങ്കിൽ രാത്രിയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ അവസാനത്തിൽ. എങ്ങനെ അവർ നിസ്കരിക്കുന്നു? സാജിദൻ വഖായിമ അല്ലെ? സാജിദൻ വഖായിമ, സുജൂദിലും ഖിയാമിലുമായി. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് ഒറ്റ ഉദ്ദേശമുള്ളൂ, യഅനി ഫിസ്സലാത്ത്, നിസ്കരിക്കുന്നവരാണ്. കാരണം നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട 2 ഘടകമാണ് എന്ത്? നിർത്തും സുജൂദും അല്ലെ? ഖുനൂത്ത് ഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ എന്നുള്ളൊരു ഖുനൂത്തുണ്ട്. ആ ഖുനൂത്തിന്റെ മഅന എന്താണ്? ദീർഘമായ ഖിയാമിനെ സംബന്ധിച്ച. വല്ലാഹു തആല അഅലം. ഇനി അവരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? എങ്ങനത്തെ നിസ്കാര? അതാണ് നമുക്കും വേണ്ടത്. അല്ലാഹു തആല അങ്ങനെ തന്നെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്ങനെ അറിയോ? യഹ്ദറു. യഹ്ദറു എന്ന് പറഞ്ഞാൽ അവൻ ജാഗ്രത പുലർത്തുന്നു. ആര്? ഈ നിസ്കരിക്കുന്ന ആള്. ഈ നിസ്കരിക്കുന്ന ആള് എന്തിനെ സംബന്ധിച്ച്? അൽ ആഖിറത, പരലോകത്തെ പറ്റി. വയർജു,
അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. റഹ്മത്തിനെ ആരുടേത്? റബ്ബിഹി, അവന്റെ റബ്ബിന്റെ. അതേ അള്ളാഹ് പറയാണ്, ആഖിറത്തെ കുറിച്ച് ജാഗ്രത പുലർത്തുകയും തന്റെ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തും നിന്നുകൊണ്ട് നിസ്കരിച്ച് വിനയപ്പെട്ട അനുസരണത്തോടെ കഴിയുന്നവനാണോ ഉത്തമൻ? അതല്ല, അള്ളാഹിനോട് പ്രയാസപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുകയും പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്ത് കാലാകാലം നരകത്തു പോകുന്നവനാണ് ഉത്തമൻ. ആരാ ഉത്തമൻ? അള്ളന്നെ പറഞ്ഞു ആരാ ഉത്തമൻ. ചോദിക്കാണ്, കമ്പയറിങ്, ആരാ ഉത്തമൻ? കാക്കണോന്ന് മനസ്സിലാവും ആരാ ഉത്തമൻ എന്ന്. അള്ളാഹു താല രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാല്, ഇവരെ നിസ്കാരം എങ്ങനത്തെ നിസ്കാര? ഇത് വേറെ ആയത്തിൽ കാണാൻ പറ്റും. തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അങ്ങനെ നിസ്കരിക്കണം. ഖൗഫുണ്ട്, തമഉണ്ട്, ഭയമുണ്ട്, പ്രതീക്ഷയുണ്ട്. എന്താ ഭയം, എന്താ പ്രതീക്ഷ? രണ്ടും. സ്വർഗത്തെ പറ്റി പ്രതീക്ഷയുണ്ട്, നരകത്തെ പറ്റി ഭയമുണ്ട്, അള്ളാന്റെ ശിക്ഷയെ പറ്റി ഭയമുണ്ട്, അള്ളാന്റെ റഹ്മത്തിനെ പറ്റി പ്രതീക്ഷയുണ്ട്. അതേ ആശയത്തിന്റെ എവിടെ യഹ്ദറുൽ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ ഐ യഖാഫുൽ ആഖിറത്ത് എന്ന, ആഖിറത്തെ അവർ ഭയപ്പെടുന്ന. ഞങ്ങളോട് ചോദിക്കട്ടെ, നമുക്കാർക്കെങ്കിലും ആഖിറത്തെ ഭയമുണ്ടോ? നമ്മുടെ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? തഹ്ദീറുൽ ആഖിറ, ആഖിറത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ഭയമുണ്ടോ? അള്ളാഹിനെ കുറിച്ച് ഭയക്കണം നമ്മൾ കേട്ടിട്ടുണ്ട്, ആഖിറത്തെ കുറിച്ച് ശരിക്കും അതൊരു വിശ്വാസി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം ബഗവി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു പ്രത്യേക അത്ഭുതത്തോട് ഒരു കാര്യമാണ്. ഫയക്കൂനു മഅനൽ ആയ, ഈ ആയത്തിന്റെ നമ്മളിപ്പോ ഓതുന്ന ആയത്തിന്റെ മഅന പറയാം. ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീലൻ ഇന്നക മിൻ അസ്ഹാബിന്നാർ. ആരാണ്? ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീലൻ ഇന്നക മിൻ അസ്ഹാബിന്നാർ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? ഇതിപ്പോ കട്ടായിപ്പോയി. അതായത് ഈ ഖാനിത്ത് ആരാന്ന് പറഞ്ഞു കൊടുക്കാണ് ഇവിടെ. ഈ നമ്മളിപ്പോ ഓതുന്ന ആയത്തില് അമ്മൻ ഹുവ ഖാനിത്തുൻ അനാ അൽ-ലൈലി സാജിദൻ വഖായിമ എന്നുള്ള ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറയാണ്, നരകത്തിന്റെ അഹലുകാരിൽപ്പെട്ട ആളോടാണ് അല്ലാഹു ഖുൽ പറയുന്നബി തമത്തഅ ബികുഫ്രിക ഖലീലൻ ഇന്നക മിൻ അസ്ഹാബിന്നാർ. എന്നിട്ട് പറയാ യാ മൻ ഹുവ ഖാനിത്ത്. ഈ ഖാനിത്ത് ആരാ? ആനാ അൽ-ലൈൽ. നമ്മൾ പറഞ്ഞല്ലോ ആനാ അൽ-ലൈൽ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി കാലങ്ങളിൽ നിസ്കരിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഇന്നക മിൻ അഹ്ലിൽ ജന്ന. നേരത്തെ എന്താ പറഞ്ഞത്? ശിർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇന്നക മിൻ അസ്ഹാബിന്നാർ എന്നല്ല പറഞ്ഞത്, നേരെ ഓപ്പോസിറ്റ്. ഇദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നക മിൻ അഹ്ലിൽ ജന്ന ഖലഹു ഇബ്നു അബ്ബാസ്. അപ്പൊ നേരത്തെ പറഞ്ഞത് നരകത്തിന്റെ സിഫത്താണ്, ഇപ്പൊ പറയുന്നതോ അദ്ദേഹം എവിടെയാണ്? സ്വർഗത്തിന്റെ അഹലുകാരനാണ്. ഞാൻ പറഞ്ഞില്ല, ഖുർആന്റെ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ പ്രയോഗങ്ങളിൽ അത്ഭുതങ്ങൾ ഭയങ്കര. നമുക്ക് തരിച്ചു പോകും ചിലപ്പോൾ. സ്വർഗം പറയുമ്പോൾ നേരെ പുറത്തത് പറയും, നരകം പറയുമ്പോൾ നേരെ സ്വർഗം പറയും, ദുനിയാവ് പറയുമ്പോൾ ആഖിറം പറയും. ഇങ്ങനെ ഒരു വല്ലാത്ത ശൈലിയാണ് ഖുർആന്റേത്. ഇനി അതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ ആയത്തിലുള്ളത് ആരാണ്? യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെ കുറിച്ച് കാണാം വഫി റിവായത്തിന് അതാഇൻ നസലത ഫി അബൂബക്കർ സിദ്ദീഖ്. ഇത് അബൂബക്കർ സിദ്ദീഖാണ്. അതുപോലെ ഫി ഉസ്മാനാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ വ അമ്മാരിൻ വ സൽമാൻ റളിയല്ലാഹു അൻഹും കുല്ലിഹിം അജ്മഈൻ. അവരൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. ചില തഫ്സീറിൽ കാണാം ഈ പറഞ്ഞ രാത്രികാലങ്ങൾ നിസ്കരിക്കുന്ന ഭയപ്പെട്ട് വിനയപ്പെട്ട് നിസ്കരിക്കുന്ന ആളുകൾ ആരാന്ന് ചോദിക്കുമ്പോൾ അതൊന്ന് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറാണ്, ഉസ്മാനാണ്, സുഹൈബാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ് എന്നൊക്കെ തഫ്സീറുകൾ വ്യാഖ്യാനം കാണാം. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ റസൂലും സഹാബത്തിന്റെയും ഒരു സിഫത്താണ് ഇവിടെ പറഞ്ഞത്. കാരണം ഓപ്പോസിറ്റ് ആരാ? മുശ്രിക്കുകളാണ്, ഇപ്പുറത്താരാ? മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവര് നരകത്തിലേക്കാണ് ഇവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് ഇന്നക മിൻ അഹ്ലിൽ ജന്ന, അവര് സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ടവരാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം, ഖുനൂത്ത്.
ഇവിടെ ഖാനിത്ത് ഖുനൂത്ത് നമ്മൾ പറഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് ഇമാം ബഗവി പറയാണ് അൽ ഖുനൂത്ത്, ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു അൽ ഖുനൂത്ത്, ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഖിറാഅത്തുൽ ഖുർആൻ വതൂലുൽ ഖിയാം, ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ദീർഘമായി നിന്ന് നിസ്കരിക്കുന്നതിനാണ് എന്ത് പറയാ? ഖുനൂത്ത് എന്ന് പറയാ. ഇത് ആര് പറഞ്ഞാണ്? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് പറഞ്ഞതാണ്. ഇനി സാജിദൻ വഖായിമൻ, അതുപോലെ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി, ഈ പറഞ്ഞ ആളുകൾ നേരത്തെ പറഞ്ഞ ആളുകളെ പോലെയല്ല. അതാണ് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്ന് പറഞ്ഞത്. പറയുക നബിയെ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നാണ്. സമമാകുമോ? ഒരിക്കലും സമമാകൂല. കാരണം എന്താ വെച്ചാല് ഈ ആയത്തിന് വിരിക്കുന്നിടത്ത് പറയണത് അല്ലദീന യഅലമൂന, ഇവിടെ അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ അതോട് ഉദ്ദേശിക്കുന്ന അമ്മാറാണ്. വല്ലദീന ലാ യഅലമൂൻ എന്ന് പറഞ്ഞാൽ അബൂ ഹുദൈഫത്തുൽ മഖ്സൂമിയു, സഹാബി എന്നല്ല. കമ്പയർ ചെയ്യണതൊക്കെ അങ്ങനെയാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമാകും എന്ന് പറഞ്ഞാൽ ഒരുത്തം പഠിച്ചത് SSLC ആണോ, ഒരുത്തം പഠിച്ചത് PG ആണ്, ഒരു രണ്ടു കൂട്ടർ സമാഗോച്ചാ സമാവൂല. അതല്ല ഇവിടെ പറയണത്. ഇവിടെ തൗഹീദും ശിർക്കുമുള്ള ആളുകൾ സമമാകോ? ഒരിക്കലും സമാകൂല. വഖാല സജ്ജാജ്, മുഫസ്സിറും ഭാഷാ പണ്ഡിതനുമായ ഇമാം സജ്ജാജ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതായത് കമാ ലാ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, കമാ ലാ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അപ്രകാരം അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? കദാലിക ലാ യസ്തവി അൽ മുതീഅ വൽ മആസി, ഏതുപോലെ മുതീഉം മആസിയും സമമാകാത്തതുപോലെ. അതായത് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കണോണ്ടുള്ള ഒരു തഫ്സീർ എന്താ അറിയോ? അള്ളാഹുവിനെ വഴിപ്പെട്ട് വിനയപ്പെട്ട് അനുസരണയോടെ ജീവിക്കുന്നവനും അള്ളാഹുവിനോട് ധിക്കാരവും താന്തോന്നിത്വവും തോന്നിവാസവും മർക്കടമുഷ്ടിയും കാണിക്കുന്നവനും ഒരുപോലെ ആകുമോ? അതാണെന്ത് ഹൽ യസ്തവില്ലദീന വല്ലദീന ലാ യഅലമൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് മുഖ്തസർ തഫ്സീറിലോ കാണുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുകയും രാത്രി സമയങ്ങൾ റബ്ബിന് സുജൂദ് ചെയ്തും നിന്ന് നിസ്കരിച്ചും പരലോക ശിക്ഷയെ ഭയന്നും അതുപോലെ തന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നവൻ ആരാണ് ഉത്തമൻ? അവനാണ് ഉത്തമൻ. അതോ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും സന്തോഷവേളകളിൽ അള്ളാഹുവിനെ നിഷേധിക്കുകയും അവന് പങ്കാളികൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന നിഷേധിയോ? നല്ലവനാരാണ്? ആരാണ് ഉത്തമൻ? എല്ലാവർക്കും അറിയാം, അള്ളാഹുവിന് മുന്നിൽ വിനയപ്പെട്ട മനസ്സോടുകൂടി നിസ്കരിക്കുന്ന. അതായത് ഒറ്റ വാക്കാണ്, ശിർക്ക് വെച്ചവനോ രാത്രി നിസ്കരിച്ചവനോ അവർ രണ്ടുപേരും സമമാകുമോ എന്നാ ചോദ്യം. സമാകുമോ? നിങ്ങൾ പറയും ഒരിക്കലും സമാവൂല. കാരണം എന്താ? ഒന്ന് തൗഹീദിന്റെ ആളാണ്, മറ്റത് ശിർക്കിന്റെ ആളാണ്. ഈ വ്യത്യാസം നമ്മളെല്ലായിടത്തും മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു വല്ലാത്തൊരു വാക്കാണ് അടുത്ത് പറഞ്ഞോ, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ആ പദം കൊണ്ട് ഈ ഫിറ്റ് ചെയ്യണത് എവിടെ നോക്കിങ്ങൾ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, നിശ്ചയമായും ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നാണ്. അതായത് അള്ളാഹുവിനെ അറിയുകയും അതിലൂടെ തങ്ങളുടെ മേൽ എന്തൊക്കെയാണ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയവരും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്തവരും സമമാകുമോ? ഒരിക്കലും സമാവൂല. ശരിയായ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ആരാണ് ഉത്തമം എന്ന് ചോദിച്ചാൽ നമ്മുടെ തെളിഞ്ഞ ബുദ്ധി നമുക്ക് പറഞ്ഞു തരേണ്ട ആരാണ് ഉത്തമം എന്നുള്ളത്, അല്ലേ? അതുകൊണ്ട് ഈ ഉത്തമരിൽ ഉൾപ്പെടാനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരായത്തും കൂടി നമുക്ക് എടുക്കാനുണ്ട്, പക്ഷെ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് സമയം ഇല്ലാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. അല്ലാഹു തആല അഅലം. ശരി, ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് ഓതണം കേട്ടോ. അപ്പൊ നമ്മൾ എത്ര ആയത്തെടുത്തു? 9 ആയത്തല്ലേ? 9 ആയത്തെടുത്തത് അല്ലേ? ഇൻഷാ അല്ലാഹ് 9 ആയത്തും നമ്മള് നന്നായി ഓതി അതൊന്ന് ഹിഫ്ളാക്കി എടുക്കുക, ഓത്തൊക്കെ ശരിയാക്കുക, അതിന്റെ മആനി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ അല്ലെങ്കിൽ സൂറത്തിനെ അതുപോലെ ഖുർആനിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ ദീനെ പഠിച്ച് അത് പകർത്തി അത് പ്രബോധനം ചെയ്ത് അങ്ങനെ ഒരു വളക്കൂറുള്ള മണ്ണാക്കി അള്ളാഹു ഈ മണ്ണിനെ നൽകി തരുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിം അള്ളാഹുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس الذي مرنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.